രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരത്തിനൊപ്പം വിജിലൻസ് കൂടി നൽകിയതാണ് മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിയ വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത്. കോൺഗ്രസിൽ ഉറപ്പിച്ച മറ്റ് മന്ത്രിമാർ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എ.പി. അനിൽകുമാർ, പി.സി. വിഷ്ണുനാഥ്, എം. ലിജു, ബിന്ദുകൃഷ്ണ, ചാണ്ടി ഉമ്മൻ എന്നിവരാണ്. 11 മന്ത്രിമാരെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ധനവകുപ്പ് മുഖ്യമന്ത്രി തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക. ബാക്കി ചർച്ചകൾ തുടരുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അൻഫ്ലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൻഫ്ലിറ്റ്, ഏകദേശ ധാരണകളായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിൽ സമവായ ചർച്ചകൾ പുരോഗമിക്കുന്നു. RCയെ കണ്ടു, വി ഡി സതീശൻ KCയെ കണ്ടു, അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. പക്ഷേ ആഭ്യന്തരം രമേശിന് തന്നെ ഉറപ്പിക്കുന്നു, ധനകാര്യം മുഖ്യമന്ത്രി വി ഡി സതീശന് ഉറപ്പിക്കുന്നു. എന്തൊക്കെയാണ് മറ്റു തീരുമാനങ്ങൾ? തീർച്ചയായും രാജേഷ്, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ചർച്ചകൾ അതേ രീതിയിൽ പോകുന്നു. കാരണം നാളെ ഉച്ചയോടുകൂടി ഗവർണർക്ക് പട്ടിക കൈമാറേണ്ടതുണ്ട്. മറ്റന്നാൾ സത്യപ്രതിജ്ഞയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്കോ പാർട്ടി കടക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് രമേശ് ചെന്നിത്തല അനുനയിപ്പിച്ചു എന്നതാണ്. രമേശ് ചെന്നിത്തല അവസാന നിമിഷം വരെയും അദ്ദേഹം ആഭ്യന്തരം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ഉപാധിക്ക് മേലെ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയെ നേരിട്ട് ഇന്ന് രാവിലെ, അതായത് ഇന്നലെ വി ഡി സതീശൻ പോയി കണ്ടതിന് പിന്നാലെ ഇന്ന് വീണ്ടും വി ഡി സതീശൻ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുന്നു. അതിനുശേഷം KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാണുന്നു. അതിനു മുമ്പ് വി ഡി സതീശൻ KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാണുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള മാരത്തൺ ചർച്ചകളായിരുന്നു ഈ നേതാക്കന്മാരെ, 3 നേതാക്കന്മാരെ കേന്ദ്രീകരിച്ച് മാരത്തൺ ചർച്ചകൾക്കായിരുന്നു തലസ്ഥാനം എന്ന് സാക്ഷ്യം വഹിച്ചത്. അതിനുശേഷം ആ ചർച്ചകൾക്കൊടുവിലാണ് ഉണ്ടായിരിക്കുന്ന സമവായം. ഇതിൽ ഏറ്റവും സമഗ്രമായ ദൗത്യം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയെ എങ്ങനെ അനുനയിപ്പിക്കാം സമവായം. രമേശ് ചെന്നിത്തലയെ ഉൾപ്പെടുത്താത്ത ഒരു മന്ത്രിസഭ സങ്കല്പിക്കാൻ പോലും വയ്യാത്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയെ കൂടി ഉൾപ്പെടുത്തി നേതാക്കന്മാർ, ഹൈക്കമാൻഡ് ഉൾപ്പെടെ നേതാക്കന്മാർ കിണഞ്ഞു പരിശ്രമിക്കുന്നു, നിരന്തരം ചർച്ച നടത്തുന്നു, ഫോണിലൂടെ ആശയവിനിമയം നടത്തുന്നു. ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തല കൃത്യമായി അറിയാം അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം, ആദ്യക്ക് സതീശൻ ക്യാബിനെ ആഭ്യന്തരം വിട്ടു നൽകുന്നതിനോട് ഒട്ടും യോജിപ്പുണ്ടായിരുന്നില്ല, അതിനോട് ഒട്ടും അനുകൂലമായ നിലപാടുമായിരുന്നില്ല. അങ്ങനെ ഏറ്റവും ഒടുവിൽ, കാരണം അതൊഴിച്ച് മറ്റൊന്നിനും രമേശ് ചെന്നിത്തല തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആഭ്യന്തരമൊപ്പം വിജിലൻസും കൂടി രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയാണ് അദ്ദേഹം വി ഡി സതീശന്റെ മന്ത്രിസഭയിൽ അംഗമാകുന്നത്. ആ വി ഡി സതീശന്റെ മന്ത്രിസഭയിൽ രണ്ടാമനായി മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല വരുന്നു. അങ്ങനെ ഒരു സമവായമാണ് ഉണ്ടായിരിക്കുന്നത്. KC വേണുഗോപാലിന്റെ കൃത്യമായ ഇടപെടലുണ്ടായി. വി ഡി സതീശൻ രാവിലെ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ട് ഉറപ്പ് നൽകി, ആഭ്യന്തരം നൽകുമെന്ന് ഉറപ്പ് നൽകി. ആ ഉറപ്പിനെ തുടർന്നാണ് രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉൾപ്പെടുമെന്ന കാര്യം അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷം അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു ഉപാധിയും കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തൻ്റെ ഒപ്പമുള്ള 4 MLA-മാരുടെ പേരാണ് അദ്ദേഹം പറയുന്നത്. അൻവർ സാദത്ത്, ഒപ്പം തന്നെയും ജ്യോതികുമാർ ചാമക്കാല, TJ വിനോദ്, IC ബാലകൃഷ്ണൻ, ഈ 4 MLA-മാരുടെ പേര്, ഇവരെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്നൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ മന്ത്രിമാരെ തീരുമാനിച്ചു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 പേരാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ഈ 12 പേരിൽ വി ഡി സതീശനെ മാറ്റി നിർത്തിയാൽ പിന്നെ 11 പേരാണ്. അതിൽ രമേശ് ചെന്നിത്തല മാറ്റി നിർത്തിയാൽ ബാക്കി 10 പേരാണ്. ഈ 10 പേരിൽ ഏറെക്കുറെ 9 പേരുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി ഉറപ്പിച്ചു കഴിഞ്ഞു. അതിലൊന്ന് സണ്ണി ജോസഫ്, KPCC അധ്യക്ഷനായിരിക്കുന്ന സണ്ണി ജോസഫാണ്. അദ്ദേഹത്തിന് നമുക്കറിയാം പേരാവൂരിൽ നിന്ന് വിജയിച്ചു വന്നു. അദ്ദേഹം KC വേണുഗോപാലിന്റെ ഏറ്റവും വിശ്വസ്തനാണ്. KC വേണുഗോപാൽ പക്ഷത്തുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം KK ശൈലജയെ പരാജയപ്പെടുത്തിയാണ് ഇത്തവണ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്ന് വിജയിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ആ വിജയത്തിന് തിളക്കമാണ്. മുതിർന്ന നേതാവാണ്, KPCC അധ്യക്ഷനാണ്. ഉറപ്പായി അദ്ദേഹം മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പിൽ തന്നെ വരുന്നു. ചുമതല ഏറ്റു നാളുകൾ കഴിഞ്ഞായിരിക്കും അദ്ദേഹം KPCC അധ്യക്ഷ പദവി മാറ്റുകയും മറ്റൊരാൾക്ക് ആ പദവി നൽകുകയും ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ K മുരളീധരൻ, ഏറ്റവും മുതിർന്ന നേതാവ്, മുൻ മന്ത്രിയാണ്, മുൻ KPCC അധ്യക്ഷനാണ് K മുരളീധരൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെയാവും ഉണ്ടാവുക, ഉറപ്പിച്ചവരാണ്. അത് കഴിഞ്ഞ് മൂന്നാമതായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അത് മുൻ മന്ത്രിയാണ്, മുൻ ആഭ്യന്തരമന്ത്രിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് സ്പീക്കർ പദവി കൊടുക്കാമെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ചർച്ച വന്നെങ്കിലും ഒരു സ്പീക്കർ പദവിക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മന്ത്രിസഭയുടെ ഭാഗമാകുന്നു. ഒപ്പം തന്നെ AP അനിൽകുമാറാണ്. AP അനിൽകുമാർ നമുക്കറിയാം KC വേണുഗോപാലിന്റെ ഏറ്റവും വിശ്വസ്തനും വലം കൈയുമായ നേതാവാണ്, മുൻ മന്ത്രിയാണ് AP അനിൽകുമാർ മന്ത്രിസഭയിലൊക്കെ ഉറപ്പിച്ച ആളുകളാണ്. അതിന് പിന്നാലെ ഉറപ്പിച്ച പേരുകളെന്ന് പറയുന്നത് PC വിഷ്ണുനാഥാണ്. PC വിഷ്ണുനാഥ് നമുക്കറിയാം MLA ആണ്, മുൻ MLA ആണ്. അദ്ദേഹം KC വേണുഗോപാലിന്റെ പക്ഷത്തുള്ള ആ ഗ്രൂപ്പിൽപ്പെടുന്ന MLA ആണ്. യുവമുഖം എന്ന നിലയിലാണ് PC വിഷ്ണുനാഥിന്റെ പേര് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ
കെ സി പക്ഷത്ത് നിന്ന് തന്നെയാണ് കൂടുതൽ ഈ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ കൂടുതലും കെ സി പക്ഷത്ത് നിന്നുള്ളവരാണ്. ലിജു കായംകുളത്ത് നിന്ന് MLA ലിജു നമുക്കറിയാം ആദ്യമായി പുതുമുഖമാണ്. ആദ്യമായാണ് അദ്ദേഹം നിയമസഭ മുമ്പ് 3 തവണ മത്സരിച്ചു പരാജയപ്പെട്ടു. അദ്ദേഹം ഇത്തവണ പ്രതിഭയെ പരാജയപ്പെടുത്തിയാണ് ലിജു കായംകുളത്ത് നിന്ന് MLA വരുന്നത്. തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് യുവ പ്രാതിനിധ്യവും ഇപ്പോൾ കെ സി പക്ഷക്കാരനാണ് ലിജു മന്ത്രിസഭയിലേക്ക് സജീവമായി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന പേരുകളാണ്. മറ്റൊന്ന് ബിന്ദു കൃഷ്ണയാണ്. ബിന്ദു കൃഷ്ണ കൊല്ലത്ത് നിന്ന് അതും കെ സി വേണുഗോപാൽ പക്ഷത്ത് നിന്ന് തന്നെയാണ്. ബിന്ദു കൃഷ്ണയെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന പേരുകളാണ്. അങ്ങനെ ബാക്കി ഈ പേരുകളൊക്കെ തന്നെ ചാണ്ടി ഉമ്മനാണ് ഏറ്റവും ഒടുവിൽ ഉറപ്പിച്ചിരിക്കുന്നത്. പുതുപ്പള്ളിയിൽ നിന്നുള്ള MLA ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതിനപ്പുറത്തേക്ക് പുതുപ്പള്ളിയിൽ ഇത്തവണ അദ്ദേഹം തിളക്കമാർന്ന വിജയം ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ യുവമുഖങ്ങളായി മന്ത്രിസഭയിൽ വരുന്നത്. ചാണ്ടി ഉമ്മൻ, ലിജു, PC വിഷ്ണുനാഥ് അതൊക്കെ തന്നെ യുവമുഖമായി വരുന്നു. വനിതാ പ്രാധാന്യത്തിൽ ഇത്തവണ ബിന്ദു കൃഷ്ണ വനിതയായി ഉറപ്പിച്ചു കഴിഞ്ഞു. മറ്റൊന്നിന് ഒരു പേരും കൂടി ഉണ്ട്. അതിൽ ഒന്നുകിൽ അത് ടി സിദ്ദിഖ് ആയിരിക്കും, അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ. ടി സിദ്ദിഖ്, ഷാനിമോൾ ഉസ്മാൻ ഈ പേരുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇനിയും രമേശ് ചെന്നിത്തല കൃത്യമായി ഈ ഉയർന്നു കേൾക്കുന്ന പേരുകൾ ഉറപ്പിച്ച പേരുകൾ ഒന്നും തന്നെ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച 4 MLA-മാരില്ല. അതുകൊണ്ട് ഒരുപക്ഷെ രമേശ് ചെന്നിത്തല വീണ്ടും ചർച്ചകളിലേക്ക് വൈകിട്ട് വീണ്ടും ചർച്ച ഇനി നടക്കുന്നുണ്ട്. ആ ചർച്ചകളിൽ രമേശ് ചെന്നിത്തലയുടെ കൂടെയുള്ള 4 പേര് ഒരാളുടെ പേര് ഉറപ്പായും രമേശ് ചെന്നിത്തല പറയും. അങ്ങനെ വരുമ്പോൾ ഈ 4 ആരുടെയെങ്കിലും ഒരാളുടെ പേര് വരുമ്പോൾ ഇപ്പോൾ ഉറപ്പിച്ചു എന്ന് നമ്മൾ പറയുന്നവരിൽ അവസാന ലിസ്റ്റിൽപ്പെട്ട ആരെങ്കിലും ഒഴിവാകും. അങ്ങനെ വരുമ്പോൾ വീണ്ടും മാറിമറിയാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആദ്യ ലിസ്റ്റിൽപ്പെട്ട മുതിർന്ന നേതാക്കൾ ആരും തന്നെ മാറുകയില്ല. 2ാം നിരയിൽപ്പെടുന്ന നേതാക്കളുടെ പേരുകളിലായിരിക്കും ചില മാറ്റങ്ങൾ ഉണ്ടാവുക. VD സതീശൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 പേർ സത്യപ്രതിജ്ഞ ചെയ്യും. അതിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന വിജിലൻസും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിൽ ഏറ്റവും മറ്റൊന്ന് ശ്രദ്ധേയമായത് ധനകാര്യം, മറ്റൊരു പ്രധാന വകുപ്പ് ധനകാര്യം മുഖ്യമന്ത്രിയായ VD സതീശൻ തന്നെ കൈകാര്യം ചെയ്യും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. ഈ രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മന്ത്രിമാരെ തീരുമാനിച്ചിരിക്കുന്നത്. അവസാനത്തെ ലിസ്റ്റിലുള്ളവരുടെ പേരുകൾ മാത്രമായിരിക്കും മാറിമറിയുക. ഒരുപക്ഷെ PC വിഷ്ണുനാഥിനെ സ്പീക്കറാക്കാനുള്ള ഒരു തീരുമാനം അത്തരം ചർച്ചകളിലേക്കൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ PC വിഷ്ണുനാഥ് സ്പീക്കർ ആവുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഒരാൾ കൂടി മന്ത്രിമാരുടെ പട്ടികയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ലീഗിന്റെ ഘടകകക്ഷിയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ മുസ്ലിം ലീഗ് 5 മന്ത്രിമാർ ഉറപ്പിച്ചു കഴിഞ്ഞു. ആ ചർച്ച നടന്നു. മുസ്ലിം ലീഗ് ഇതുവരെ ഉഭയകക്ഷി ചർച്ചയിൽ ഇവിടെ വന്നിട്ടില്ല. കന്റോൺമെന്റ് ഹൗസിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന കന്റോൺമെന്റ് ഹൗസിലാണ്. വൈകിട്ട് 5:30 ശേഷം മുസ്ലിം ലീഗ് ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുക്കാനായി എത്തും. ഇപ്പോൾ PJ ജോസഫ് ഉഭയകക്ഷി ചർച്ച കഴിഞ്ഞു. CP ജോണ്ട് നടക്കുന്നു. അങ്ങനെ മറ്റ് ചെറിയ ഘടകകക്ഷികളുടെ RSP ഈ ചെറിയ ഘടകകക്ഷികളുടെ 2ാം ഘട്ട രാവിലെ 1ാം ഘട്ട ചർച്ച നടന്നിരുന്നു. അതിനുശേഷം VD സതീശൻ ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് അദ്ദേഹം ഇവിടെ നിന്നും പോയി കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് പോയി KPCC-യിലാണ് പോയിരിക്കുന്നത്. അതുപോലെ KC വേണുഗോപാൽ രമേശ് ചെന്നിത്തല കണ്ട ശേഷം അദ്ദേഹം ആലപ്പുഴയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിലവിലിപ്പോൾ ഇവിടെ ഉഭയകക്ഷി ചർച്ചകൾ ഒരു 2ാം ഘട്ടം വൈകി വീണ്ടും തുടരും. അത് രാത്രി വരെയും ചർച്ച തുടരും. ചർച്ച രാത്രിയോടെ തുടർന്ന ശേഷം മാത്രമാണ് നാളെ രാവിലെയോടുകൂടി തന്നെയായിരിക്കും ഈ മന്ത്രിമാരുടെ പൂർണ്ണ പട്ടിക, അതായത് ഘടകകക്ഷികളിലും ഉൾപ്പെടെയുള്ള UDF-ലെ സർക്കാരിൻ്റെ VD സതീശൻ സർക്കാരിൻ്റെ മുഴുവൻ 21 മന്ത്രിമാരുടെയും പട്ടിക നാളെ ഉച്ചയോടുകൂടിയായിരിക്കും പുറത്തു വരിക. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, മുസ്ലിം ലീഗിൽ നിന്ന് 5 മന്ത്രിമാർ, ഈ 5 മന്ത്രിമാരിൽ KM ഷാജി മന്ത്രിസഭയിലില്ല എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. KM ഷാജിയെ ഒഴിവാക്കി PK ബഷീറിനാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മലപ്പുറത്ത് നിന്ന് 2 മന്ത്രിമാർ, PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ. മറ്റൊന്ന് കോഴിക്കോട് നിന്ന് പാറക്കൽ അബ്ദുള്ള. മറ്റൊന്ന് എറണാകുളം ജില്ലയ്ക്ക് ഒരു പ്രാതിനിധ്യം കൊടുക്കുന്നു. എറണാകുളം ജില്ലയ്ക്ക് പ്രാതിനിധ്യം കൊടുത്തതുകൊണ്ടാണ് VE അബ്ദുൽ ഗഫൂറിനെ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു. മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ് VE അബ്ദുൽ ഗഫൂർ. ആദ്യമായി MLA ആകുന്നു. ആ MLA ആകുമ്പോൾ ആ ഒരു പരിഗണന വെച്ച് അദ്ദേഹത്തെ കൂടി ജില്ലയ്ക്കുള്ള പരിഗണന കൂടി കണക്കിലെടുത്തുകൊണ്ട് VE അബ്ദുൽ ഗഫൂറിനെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നു. മറ്റൊന്ന് പാലക്കാട് നിന്ന് M ഷംസുദ്ദീനാണ്. അദ്ദേഹം MLA ആണ്. M ഷംസുദ്ദീന്റെ ഒരു യുവമുഖം എന്ന രീതിയിൽ കൂടി N ഷംസുദ്ദീനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നു. ഒപ്പം തന്നെയും പാറക്കൽ അബ്ദുള്ളയെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നു. ഈ ജോസഫ് വിഭാഗത്തിന് 2 സീറ്റ് വേണമെന്ന ഒരു പിടിവാശി ഉണ്ടായിരുന്നല്ലോ, അതിലെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമോ? മാത്രമല്ല, ഓരോ സീറ്റുകളിൽ ജയിച്ച മറ്റ് ഘടകകക്ഷികളുടെ കാര്യത്തിൽ ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം മാറുന്നതിനെ കുറിച്ചുള്ള തീരുമാനം, അതിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായിട്ടുണ്ടോ?
അതായത് ജോസഫ് ഇപ്പോൾ ലീഗിന് 5 മന്ത്രിമാർ എന്ന കാര്യം അവർ തുടക്കത്തിലെ നിർദ്ദേശിച്ചിരുന്നു. തുടക്കത്തിൽ ആവശ്യപ്പെട്ട ആ ആവശ്യത്തിൽ ഉറച്ചു നിന്നു. അതുകൊണ്ട് അവർക്ക് 5 മന്ത്രിമാർ തന്നെയാണ് തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ജോസഫ് ഗ്രൂപ്പാണ്. ആ ജോസഫ് വിഭാഗം 2 മന്ത്രിമാർ എന്ന ആവശ്യത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. അത് പക്ഷേ ഒരു കാരണവശാലും നിലവിലെ സാഹചര്യത്തിൽ 2 മന്ത്രിമാർ കൊടുക്കാൻ കഴിയുകയില്ല. അവരുടെ ആവശ്യമൊക്കെ ന്യായമാണ്. കാരണം ഒറ്റ MLA-മാരുള്ളവർക്കൊക്കെ മന്ത്രിസ്ഥാനം ഉണ്ടെങ്കിൽ ഈ 7 MLA-മാരുള്ള തങ്ങൾക്ക് ഉറപ്പായും 2 MLA-മാർ വേണമെന്ന് പറയുന്നു, 2 മന്ത്രിമാർ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വീതം വയ്പ് നോക്കുമ്പോൾ അവർക്ക് 1 മന്ത്രിമാർ കൊടുക്കും, 1 മന്ത്രിസ്ഥാനം മാത്രം കൊടുക്കുന്നു. ഈ 1 മന്ത്രിസ്ഥാനമാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് മോൻസ് ജോസഫ് ആയിരിക്കും അവിടെ നിന്ന് മന്ത്രിയാവുക. അദ്ദേഹത്തിന് റവന്യൂ വകുപ്പായിരിക്കും കൊടുക്കുക. അക്കാര്യത്തിൽ ചർച്ചയിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് റവന്യൂ വകുപ്പ്. മുമ്പ് KM മാണി ഗ്രൂപ്പിൽ KM മാണി കൈകാര്യം ചെയ്ത് ധനകാര്യ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തതാണ്. അതുപോലെ ജോസഫ് വിഭാഗത്തിൽ മോൻസ് ജോസഫിന് റവന്യൂ വകുപ്പ് അദ്ദേഹത്തിന് വരാൻ പോകുന്നു. ഒപ്പം തന്നെ PJ ജോസഫിന് ഒരുപക്ഷെ കമ്മീഷൻ, വയോജന കമ്മീഷൻ, ഭരണപരിഷ്കാര കമ്മീഷൻ, ഈ കമ്മീഷന്റെയൊക്കെ ചെയർമാൻ പദവി PJ ജോസഫിന് കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും അവരുടെ 7 MLA, PJ ജോസഫ് MLA അല്ല, അത് കമ്മീഷൻ പദവി കൊടുക്കുകയാണ്. പക്ഷേ അവരുടെ 7 MLA-മാരിൽ ഒരാൾക്ക് കൂടി ക്യാബിനറ്റ് പദവി വരുമ്പോൾ ഒരുപക്ഷെ ചീഫ് വിപ്പ് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ MLA-മാരിൽ ഒരാൾ കൂടി ചീഫ് വിപ്പ് ആകും. അവർ നേരത്തെ 2 മന്ത്രിസ്ഥാനം ഉദ്ദേശിച്ചത് PJ ജോസഫിന്റെ മകൻ അബു ജോണിനെ കൂടി ഉൾപ്പെടുത്തിയായിരുന്നു. എന്നാൽ ഇത്തവണ മന്ത്രിമാർ 1 മന്ത്രിക്ക് കൊടുക്കുന്നുള്ളൂ, 1 മന്ത്രിസ്ഥാനം. അങ്ങനെയെങ്കിൽ മോൻസ് ജോസഫ് മാത്രമാകും മന്ത്രിയാവുക. പകരം ചീഫ് വിപ്പ് പദവി കൂടി അവർക്ക് ലഭിക്കും. പക്ഷേ RSPക്ക് ഒറ്റ മന്ത്രി തന്നെയാണ്. മറ്റൊന്ന് CP ജോണാണ്. CP ജോൺ മന്ത്രിയാകുന്നു. പക്ഷേ അദ്ദേഹം പൂർണ്ണ ചുമതലയുള്ള മന്ത്രി, അതായത് മുഴുവൻ സമയം മന്ത്രി തന്നെയാണ്, ടേം വ്യവസ്ഥയിലല്ല. അദ്ദേഹം തുറമുഖം സഹകരണവുമായിരിക്കും അദ്ദേഹത്തിന് കിട്ടുക എന്നുള്ള ആദ്യ ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കുന്നത് തുറമുഖം സഹകരണം അദ്ദേഹത്തിന് കൊടുക്കില്ല, പകരം ഗതാഗത വകുപ്പ് CP ജോണിന് കൊടുക്കാനുള്ള ചർച്ച അതിലാണ് സാധ്യത എന്ന രീതിയിൽ പോകുന്നു. കാരണം ഗതാഗത വകുപ്പ് എന്തുകൊണ്ട് CP ജോണിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇവരുടെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണമായ ഒരു വാഗ്ദാനമായിരുന്നു ഈ KSRTC-യിൽ വനിതകൾക്ക് സൗജന്യ യാത്ര എന്നത്. അപ്പോൾ അത് കൃത്യമായി ആ പാക്കേജ് നടപ്പാക്കണമെങ്കിൽ സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ CP ജോണിന് അത് കഴിയുമെന്നുള്ള ചർച്ചയാണ് ആ രീതിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് CP ജോണിന് ഗതാഗതം കൊടുക്കാൻ തന്നെയാണ്, അങ്ങനെയാണ് ആ രീതിയിലേക്കാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രിയായ VD സതീശനെ കൈവശം വെക്കുമെന്ന രീതിയിലും ചർച്ചകൾ പോകുന്നുണ്ട്. എന്നാൽ മറ്റ് ഘടകകക്ഷികളിലായ, അതായത് ഒറ്റ MLA-മാരുള്ള അനൂപ് ജേക്കബും അതോടൊപ്പം മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിലായിരിക്കും മന്ത്രിസ്ഥാനം പങ്കിടുക. ശരി, അൺഫിൽറ്റാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.